നമസ്കാരം. വിചാരവീഥിയിലേക്ക് സ്വാഗതം. ഒരിടത്ത് ഒരു എലി ഉണ്ടായിരുന്നു. ആ എലി അതിബുദ്ധിമാനായിരുന്നു. സിംഹത്തിൻ്റെ മടയിൽ അത് മാളമുണ്ടാക്കി അതിലൊളിച്ചാൽ പിന്നെ തന്നെ ആരും ആക്രമിക്കില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എലി അങ്ങനെയാണ് ഒരു ദിവസം ചെയ്തത്. രാത്രി സിംഹം ഉറങ്ങിക്കഴിയുമ്പോൾ എലി പുറത്തിറങ്ങും. അത് ശീലമായപ്പോൾ എലിക്ക് അഹങ്കാരമായി തുടങ്ങി. അങ്ങനെ എലി രാത്രി ഉറങ്ങുന്ന സിംഹത്തിൻ്റെ മുടി വന്ന് മുറിച്ചു കളയാൻ തുടങ്ങി. സിംഹം എത്ര പരിശ്രമിച്ചിട്ടും എലിയെ പിടിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ സിംഹം ഒരു പണി ചെയ്തു. പൂച്ചയെ സിംഹം കൂടെ താമസിപ്പിച്ചു. രാജാവിൻ്റെ മടയിലെ ക്ഷണിതാവായതിൽ പൂച്ചയ്ക്കും സന്തോഷമായി. പൂച്ചയ്ക്ക് വേണ്ടതെല്ലാം സിംഹം വേട്ടയാടിക്കൊണ്ട് നൽകും. ഒരു ദിവസം സിംഹം പുറത്തുപോയ സമയത്ത് പുറത്തിറങ്ങിയ എലിയെ പൂച്ച കൊന്ന് തിന്നുന്നു. തിരിച്ചെത്തിയ സിംഹത്തിന് ചത്ത എലിയുടെ ഗന്ധം മനസ്സിലായി. എലി ചത്തതുകൊണ്ട് ഇനി പൂച്ചയുടെ ആവശ്യമില്ലെന്ന് സിംഹത്തിന് മനസ്സിലായി. ഒറ്റയടിക്ക് പൂച്ചയെ സിംഹം കൊന്നു. ആവശ്യമുള്ളപ്പോഴെല്ലാം ആളുകൾക്ക് വാത്സല്യവും ബഹുമാനവും ഉണ്ടാവും. ഈ ഒരു പ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. എന്നാൽ ഉപയോഗം എന്ന് അവസാനിക്കുന്നുവോ അന്ന് പുറത്തറിയപ്പെടും. തങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ കൂടി കണക്കിലെടുത്താണ് എല്ലാവരും ബന്ധങ്ങൾ നിർമ്മിക്കുന്നത്. ആളറിഞ്ഞും ഉദ്ദേശമറിഞ്ഞും മാത്രമേ ബന്ധങ്ങളിൽ ഏർപ്പെടാൻ പാടുള്ളൂ. നാളുകളുടെ ഇടപെടലുകളിലൂടെയും പരസ്പര പൂരകമായ സാഹചര്യങ്ങളിലൂടെയുമാണ് ബന്ധങ്ങൾ തീവ്രമാകുന്നത്. അതിനിടയിൽ ഉയരുന്ന വിശകലനാത്മകമായ ചോദ്യങ്ങളിലൂടെ വേണം ബന്ധങ്ങളുടെ ആഴവും വ്യാപ്തിയും അളന്നെടുക്കാൻ. സ്വന്തം കാര്യത്തിന് അപരനെ ഉപയോഗിക്കാൻ കാണിക്കുന്ന വൈദഗ്ധ്യം അന്യർക്ക് ഉപകാരപ്പെടേണ്ട സമയത്ത് കാണിക്കാറുണ്ടോ? പ്രതീക്ഷയ്ക്കൊത്ത് പെരുമാറാതിരിക്കുമ്പോൾ പ്രതികരണം അശ്ലീലമാകാറുണ്ടോ? കാര്യം സാധിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന സ്നേഹം കാര്യസാധ്യത്തിന് ശേഷവും നിലനിർത്തുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾ ബന്ധങ്ങൾക്ക് കൂടുതൽ തെളിമ നൽകും. സമ്പാദ്യവും സൗന്ദര്യവും സാമർഥ്യവുമുള്ളവരോട് സമ്പർക്കത്തിലേർപ്പെടാൻ ആർക്കാണ് താല്പര്യമില്ലാത്തത്? പക്ഷേ അവരുടെ പല്ലക്ക് ചുമക്കാനായിരിക്കും പലപ്പോഴും വിധി. ജോലി കഴിയുമ്പോഴോ കൂടുതൽ മികവുള്ള ആളുകളെ കിട്ടുമ്പോഴോ അവർ സൗഹൃദങ്ങളെ തന്ത്രപരമായി ഒഴിവാക്കും. കൂടെ കൂടുന്നവരുടെ യഥാർത്ഥ പ്രകൃതവും പെരുമാറ്റവും കണ്ടെത്താൻ കഴിവുള്ളവർക്ക് മാത്രമാണ് തെളിമയുള്ള ബന്ധങ്ങൾ എന്നും സൃഷ്ടിക്കുവാൻ സാധിക്കുന്നത്. ബന്ധങ്ങൾ ബലമുള്ളതായി മാറണം. നമസ്കാരം.